ആന്റണി ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും വാല് മുറിയരുത്, തല കുത്തി നിന്നാലും ഒരു തുമ്പും കിട്ടരുത്. ഞങ്ങളാരും ഇതിന്റെ പുറകിലില്ല. ഞാനേ ഇല്ല, പിന്നല്ലേ താൻ കൂടെ പോ. അല്ല, ഞാൻ തന്നെ പോണോ? ആളെ കാണിച്ചു കൊടുക്കണ്ടേ? ചെല്ലടോ. ശരി. എന്താണ്? ഏതോ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ഏതോ വണ്ടി വിടും, ഓടിക്കോ. ഗോവിന്ദുട്ടി, ഉണർത്തണ്ട, മരുന്ന് കൊടുത്ത് കെടുത്തിരിക്കുക. പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ. ചോര ഒരുപാട് പോയി. ഞങ്ങളുടെ ഒന്നും പാകായില്ല. പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം. ഇതുവരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ. പിന്നെ വരാം. உன்னை எல்லாத்தையும் முடிச்சுட்டு தான் நான் வந்திருக்கேன். ഇനി അവനെ കാണാൻ പറ്റില്ല. നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ? വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നി വന്നു, അത്രേ ഉള്ളൂ. അമ്മമ്മയ്ക്ക് മോനെന്താ കൊണ്ടുവന്നേ? അമ്മയുടെ ബാഗിലുണ്ട്. റാങ്ക് എത്ര കിട്ടി മോനെ ഇത്തവണ? അമ്മയും അമ്മായി ഒന്നിങ്ങോട്ട് വരുവോ?
നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോവിന്ദൻകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ. നീ കരുതുന്ന പോലെയൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നും. പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ. ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ലേ ആളുകള്? ഞാനൊക്കെ അറിയുന്നുണ്ട്. അപ്പൂരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടൻ ആ വശമേ നിൽക്കൂ. പോട്ടെ, നമ്മളുടെ ആടെ അടുത്ത് പറയാന്ന് വെച്ചാലോ, അപ്പൊ എഴുന്നള്ളിക്ക് ചന്ദ്രന്റെ അടുത്ത് പിന്നെ അവൻ വെട്ടാനും കുത്താനും നിൽക്കും. എന്താ വേണ്ടെന്ന് ഒരു രൂപവും ഇല്ലാണ്ട് നിൽക്കണേ. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച ശാസിക്കുന്നവരോട് പിന്നെ വിരോധേ തോന്നും. ഈ പ്രായത്തില് നീ തന്നെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറയും. പറയാനാ വന്നത്. തന്നെയല്ല, ശ്രീനേട്ടൻ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട്. അമ്മയും അമ്മായിയും കൂടെ അച്ഛനെയും അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മതി പഠിച്ചതൊക്കെ. ഇവിടെ ആരുമില്ല. നാളെ കുറേയായി ആ തെണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കണം. ഇന്ന് തന്നെ ഞാൻ വിടില്ല. ഈശ്വരനോർത്ത് പോകൂ. ബലം പ്രയോഗിച്ച് മതിയാവുന്നുണ്ടെങ്കിൽ പുത്തമ്പുരയ്ക്കലെ ചെറിയ കാരണവരുടെ യോഗ്യത നാലാളെ വിളിച്ചറിയിക്കട്ടെ. അടുത്ത് നാണം കെട്ടിയത് ഗോവിന്ദൻകുട്ടി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു തറവാട്ടിലേ അല്ലേ? ആണല്ലോ. അണ മുട്ടിയപ്പോഴെങ്കിലും നിന്റെ പുഴുത്ത നാക്കിനത് വീണല്ലോടാ. ഇവിടെ ആയിപ്പോയി. ഇത് നിന്റെ ശവം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. വാതിൽ തുറക്ക്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കും. കാല് പിടിക്കണ്ട എന്റെ ഒന്നുമല്ല. അവിടെ ചെന്ന് പിടിക്കുക. ചെന്ന് മാപ്പോരാ പറ. ചെല്ലടാ. ഉണ്ണി പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ നിറയും. കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നത്. ഉണ്ണിക്കൊന്നും പകരമല്ല. എന്നാലും ഈ ആയുഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞു.